വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ സോഷ്യലിൻ്റെ കുഞ്ഞുങ്ങളെ സോഷ്യൽ സയൻസിൻ്റെ ലാസ്റ്റ് 3 ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ 1 മാർക്കിൻ്റെ ഒരു 25 ക്വസ്റ്റ്യൻ, അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി 25 എണ്ണം എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തുടങ്ങാം. 25 ക്വസ്റ്റ്യൻ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 25 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒന്നാമത്തത്, ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം എന്താണ്? ബൂവർ എന്ന ഡച്ച് പദത്തിൻ്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ കൃഷിക്കാരൻ എന്നാണ്. റൈറ്റ് ദ മീനിങ് ഓഫ് ഡച്ച് ടേം ബോർ. BOER ആണ് ഇംഗ്ലീഷിൽ കേട്ടോ. ബോർ എന്ന് വെച്ചാൽ ഫാർമർ എന്നാണ്. ഓക്കെ ആണോ? ഒന്ന് അടുത്ത, GST നിലവിൽ വന്നത് എന്നാണ്? GST നിലവിൽ വന്നത് എന്ന്? ഇൻ വിച്ച് ഇയർ GST കെയിം ഇൻ ടു ഫോഴ്സ്? 2017 ജൂലൈ 1-ാം തീയതിയാണ് GST വന്നത്. 2017 ജൂലൈ 1-ാം തീയതിയാണ്. ഇപ്പം തന്നെ നിങ്ങൾ ഈ 1 മാർക്കിൻ്റെ കേൾക്കുമ്പോൾ തന്നെ അങ്ങ് പഠിച്ചോ കുഞ്ഞുങ്ങളെ. ഇനി അതിന് പ്രത്യേകിച്ച് പരീക്ഷയായിട്ട് സമയം കളയണ്ട. ഇപ്പം തന്നെ നിങ്ങൾ ബൂവർ എന്ന പദം കൃഷിക്കാരനാണ്, GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-ാം തീയതിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ട് അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഇനി അതിന് പ്രത്യേകം സമയം കളയണ്ട കേട്ടോ. ഇനി ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ഗാന്ധിജി പൊളിറ്റിക്കൽ ലബോറട്ടറി സൗത്ത് ആഫ്രിക്ക, ദക്ഷിണ ആഫ്രിക്ക കേട്ടോ. മലയാളവും ഇംഗ്ലീഷും ഉണ്ടേ കുഞ്ഞുങ്ങളെ. വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചിലവഴിക്കുന്ന ധനം ഏതാണ്? വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ചിലവഴിക്കുന്ന ധനം ഏതാണ്? പൊതു ചിലവുകൾ. ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ഡെവലപ്മെന്റൽ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആർ കാൾഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ ലിങ്കിൽ കിടപ്പുണ്ട്. അപ്പം ഓരോ ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ കിടപ്പുണ്ട്. ഇത് 1 മാർക്കിൻ്റെ മാത്രമാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. അടുത്തത്, who was the finance minister who presented the first union budget of independent India? എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? അങ്ങനെയൊക്കെയുള്ള ചോദ്യം കാണും കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? RK ഷൺമുഖം ചെട്ടി എന്നാണ് കേട്ടോ. CHETTY എന്നാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താണ്? RK ഷൺമുഖം ചെട്ടി. ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ്? RK ഷൺമുഖം ചെട്ടി. അവിടെ ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും സ്പെല്ലിങ്ങിന് ഇതുണ്ടെങ്കിൽ അത് എഴുതണം കേട്ടോ. സ്പെല്ലിങ് പഠിക്കണം. ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്? നമ്മൾ TV-യിലൊക്കെ കണ്ടിട്ടില്ലേ? ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ആണ് കേട്ടോ. ധനകാര്യമന്ത്രി. ഹൂ പ്രസന്റ് ദ ബഡ്ജറ്റ് ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ കേട്ടോ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ ഡച്ചുകാരുടെ പ്രധാന കോളനി. ദക്ഷിണാഫ്രിക്കയിലെ ഡച്ചുകാരുടെ പ്രധാന കോളനി. ദ മേജർ ഡച്ച് കോളനി ഇൻ സൗത്ത് ആഫ്രിക്ക, കേപ്പ് ടൗൺ. പ്രധാനപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ ആ പാഠത്തിലെ കേപ്പ് ടൗൺ. CAPE, കേപ്പ് ടൗൺ. സ്പെല്ലിംഗ് കറക്റ്റായിട്ട് അറിയണേ. അടുത്തത്, ഏത് വൻകരയിലാണ് ദക്ഷിണാഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത്? നെയിം ദ കോണ്ടിനെന്റ് ഇൻ വിച്ച് സൗത്ത് ആഫ്രിക്ക ഈസ് സിറ്റുവേറ്റഡ്. ഏതാ? ആഫ്രിക്കൻ കോണ്ടിനെന്റ്. എന്താ കുഞ്ഞുങ്ങളെ? ആഫ്രിക്കൻ വൻകരയിലാണ്. ഡിസ്ട്രിക്റ്റ് വേർ ദ എടക്കൽ കേവ് ഈസ് ലൊക്കേറ്റഡ്. ഈ എടക്കൽ കേവ് അല്ലെ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട്. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ലിങ്കിൽ കിടപ്പുണ്ട് കേട്ടോ. ആ ഓരോന്നിനെക്കുറിച്ചും എഴുതിയെടുത്തായിരുന്നോ നിങ്ങളെ അത് കേട്ടോ? എല്ലാ ചാപ്റ്ററും എഴുതിയെടുക്കണേ. അപ്പോൾ 9 ക്വസ്റ്റ്യനായി. 10ാമത്തത്, 17ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫോർട്ട് ഇൻ കേരള ബിൽറ്റ് ഇൻ ദ 17th century. 17ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട നമ്മുടെ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫോർട്ട് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. ഇമ്പോർട്ടൻ്റ് ആണ്. ബേക്കൽ, BEKL, ബേക്കൽ ഫോർട്ട്. കോട്ടയുടെ ഇംഗ്ലീഷ് ആവും നിങ്ങളെ ഫോർട്ട്, അറിയാമല്ലോ. ഇനി കോകില സന്ദേശം രചിച്ചത് ആരാണ്? കോകില സന്ദേശം രചിച്ചത് ആരാണ്? ഹു റോട്ട് കോകിലാസ് സാൻസം? ആരാണ്? സന്ദേശം എന്നാണ് സാൻസം, സന്ദേശം എന്നാ കേട്ടോ. DH ഇല്ല അവിടെ അല്ലേ, അതുകൊണ്ടാണ് സന്ദേശം. അതൊരു വെറൈറ്റി പേരാണ് കേട്ടോ. എന്താ? ഉദ്ദണ്ഡ ശാസ്ത്രികളാണ് കേട്ടോ. ഉദ്ദണ്ഡ ഒക്കെ എഴുതിയേക്കുന്നുണ്ടോ?
വായിക്കാൻ കറക്റ്റായിട്ട് അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. സന്ദേശം, കോകില സന്ദേശം രചിച്ചത് ആരാണ്? ഉത്കണ്ഠ ശാസ്ത്രികളാണ്. ഇംഗ്ലീഷും മലയാളവും എഴുതാൻ കണ്ടോ, സ്പെല്ലിങ് തെറ്റിക്കല്ലേ. റൈറ്റ് 2 എക്സാമ്പിൾ ഓഫ് സംഘം ലിറ്ററേച്ചർ വർക്ക്. സംഘ സാഹിത്യ കൃതികൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. സംഘം ലിറ്ററേച്ചർ കേട്ടോ, സംഘം ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ സാഹിത്യമാണ്. സംഘം ലിറ്ററേച്ചറുകൾക്ക് 2 ഉദാഹരണങ്ങളാണ്. എന്താ? അകനാനൂറ്, പുറനാനൂറ്. 400 അല്ല 400 എന്നാണ് കേട്ടോ. അകനാനൂറ്, അകവും പുറവും. 400ന്റെ അകവും പുറവും. ആ ക്ലൂ ഓർത്താൽ മതി. എന്താ നിങ്ങളെ? 400ന്റെ അകവും പുറവും. അക 400ഉം പുറ 400ഉം. ഓക്കെയാണോ? കേരളത്തിലെ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും നിർവഹിക്കുന്നത് ആരാണ്? ഏജൻസി ഫോർ ദ കളക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ആൻറ്റിക് കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആൻറ്റിക് ഇൻ കേരള. കേരളത്തിലെ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും നിർവഹിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആരാ നിങ്ങളെ? അതിൻ്റെ ആൻസർ ഞാൻ എഴുതിയില്ലേ? നിങ്ങളെ കേരള സ്റ്റേറ്റ് ആർച്ചീവ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കേരളത്തിലെ സ്റ്റേറ്റ് ആർച്ചീവ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആട്ടോ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. ഈ പാഠത്തിനകത്തിലെല്ലാം ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ. 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ആയിരിക്കും കുഞ്ഞുങ്ങളെ ഇതിനകത്ത് കൂടുതലും വരുന്നത് കേട്ടോ, ഈ ഒരു ചാപ്റ്റർ. ഇനി രേവതി പട്ടദാനം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോഴേ അതൊരു പണ്ഡിത സഭസാന്ന് ഓർത്തോണം കേട്ടോ. എന്താ നിങ്ങളെ? സ്കോളസ്റ്റിക് അസംബ്ലി. എന്താ നിങ്ങളെ? രേവതി പട്ടദാനം എന്ന് പറയുന്നത് ഒരു പണ്ഡിത സദസ്സാന്ന് ഓർത്തോണം. എന്താണ്? സ്കോളാസ്റ്റിക് അസംബ്ലി കേട്ടോ. ആ പേര് കേൾക്കുമ്പോഴേ അതൊരു അസംബ്ലിയുടെ പേരാന്ന് ഓർത്തോണം കേട്ടോ. അടുത്ത മിഷ്കാൽ പള്ളി, മിഷ്കാൽ മോസ്ക്. മിഷ്കാൽ സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോണേ. എന്താ? സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമാണ്. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കുന്നത് കേട്ടോ. മാച്ച് ചെയ്യാൻ കേട്ടോ. എയും ബിയും ഇട്ടിട്ട് ചോദിക്കും കേട്ടോ. മിഷ്കാൽ പള്ളി എന്ന് വെച്ചാൽ സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമാണ്. മേജർ വാറാണ് കേട്ടോ. മേജർ വാറ് സ്പോട്ട് ഓൺ സാമൂതിരി കേട്ടോ. ഇനി ദേവമാതാ കത്തീഡ്രൽ കേട്ടോ. കത്തീഡ്രൽ സ്പെല്ലിംഗ് അറിയണേ. ദേവമാതാ കത്തീഡ്രൽ അതൊരു പോർച്ചുഗീസ് സ്മാരകമാണ്. ഈ 3 എണ്ണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്ന് രേവതി പട്ടദാനം, ഒരു സ്കോളാസ്റ്റിക് അസംബ്ലി പണ്ഡിത സദസ്. മിഷ്കാൽ പള്ളി, മിഷ് എന്ന് വേണേ, MISH മിഷ് എന്ന് വേണേ, മിഷ്കാൽ പള്ളി അല്ലെ. മോസ്ക് സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമാണ്. മേജർ വാർ സ്പോട്ട് ഓഫ് സാമുറൈൻ. ദേവമാതാ കത്തീഡ്രൽ പോർച്ചുഗീസ് സ്മാരകമാണ്. ആ 3 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രധാനപ്പെട്ടത് മാത്രമേ എഴുതിയിട്ടുള്ളൂ, എന്നാലും അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എടുത്തു പറഞ്ഞത്. 2 ചരിത്ര സ്രോതസ്സുകളുടെ പേരെഴുതാൻ. റൈറ്റ് എനി 2 ഹിസ്റ്റോറിക്കൽ സോഴ്സസ്. ഒന്ന് കോയിന് കേട്ടോ. നമ്മൾ പുരാതന കാലത്തെ കാര്യങ്ങൾ പറയത്തില്ലേ, കോയിനുകൾ, പണ്ടത്തെ നാണയങ്ങളൊക്കെ എടുത്തു വെച്ച് പറയത്തില്ലേ, ഇത് പണ്ടത്തെ ഇന്ന വർഷത്തെ ഇന്ന നാണയം എന്നൊക്കെ പണ്ടുള്ളവർ പറയത്തില്ലേ നിങ്ങളെ. നാണയങ്ങളും പുരാവസ്തു ലിഖിതങ്ങളും കേട്ടോ. ആൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസും. ഇനി നാണയത്തെക്കുറിച്ചുള്ള പഠനം, ഇതെല്ലാം നമ്മൾ ഈ പാഠം എടുത്തപ്പോൾ പഠിച്ചതാ. എന്നാലും ഞാൻ പറയുക, നാണയത്തെക്കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് കോയിന് ന്യൂമിസ്മാറ്റിക് അല്ലേ, നാണയശാസ്ത്രം. ന്യൂമിസ്മാറ്റിക് നാണയശാസ്ത്രം. ആർക്കിയോളജിക്കൽ സോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നു. മുമ്പലത്തെ ഏതാവും നിങ്ങളെ? ഹിസ്റ്റോറിക്കൽ സോഴ്സസും ആർക്കിയോളജിക്കൽ സോഴ്സസും കൂടെ തിരിഞ്ഞു പോലെ. ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ ചരിത്രപരമായിട്ടുള്ള സ്രോതസ്സുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയിനുകളും ആൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷനുമാണ്. പക്ഷേ ആർക്കിയോളജിക്കൽ, ആർക്കിയോളജി എന്ന് വെച്ചാൽ പുരാവസ്തുക്കളുടെ ഏതൊക്കെയാണ്? അതും നാണയങ്ങളും ഗുഹകൾ, കൊട്ടാരങ്ങൾ കേട്ടോ, കേവ്, പാലസ്, കോയിൻസ്. നമ്മുടെ ടെസ്റ്റിൽ ഒരു വട്ടം വരച്ചിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അന്ന് പറഞ്ഞതാണ്. എന്നാൽ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കുമ്പോഴേ ദാണ്ട് ഇത് ഈ 2-3 എണ്ണം മിനിമം ഈ 3 എണ്ണമെങ്കിലും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണോ നിങ്ങളെ? 19 എണ്ണം ഓക്കെ ആണല്ലോ. അടുത്തത് 20ാമത്തേത് കറുത്ത വർഗ്ഗക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യൽ. അതും ഫില്ലപ്പിന് ചോദിക്കുന്നതാണ്. കറുത്ത വർഗ്ഗക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യൽ. ബ്ലാക്ക് വെയർ റിമൂവ്ഡ് ഫ്രം ദ ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റ്. എന്താ? സെപ്പറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്റ്റിലാണ്. വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമത്തിലാണ് ഈ കറുത്ത വർഗ്ഗക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് അവർ നീക്കം ചെയ്തത്. അത് ഏത് നിയമമാണെന്ന് ചോദിക്കും. ഒരുപാട് നിയമം ഇങ്ങനെ തന്നിട്ട് എയും ബിയും മാച്ച് ദ ഫോളോയിങ്ങിനകത്തിൽ ചോദിക്കും കുഞ്ഞുങ്ങളെ. ഓർത്തോണേ. എന്താണ്? വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമത്തിൽ ഈ കറുത്ത വർഗ്ഗക്കാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് കേട്ടോ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രത്തിന്റെ പേരെന്ത്? ഗാന്ധിജി ലാസ്റ്റ് 3 ചാപ്റ്ററിന്റെ
വൺ വേർഡ് മാത്രമേ ഞാൻ ഈ പാഠത്തിൽ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ കേട്ടോ, ലാസ്റ്റിലത്തെ 3 ചാപ്റ്ററിൻ്റെ. അപ്പം നോക്കൂ നിങ്ങളെ, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറയുന്ന പത്രമാണ്. ഡെയിലി സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ ആഫ്രിക്ക, ഇന്ത്യൻ ഒപ്പീനിയൻ, സ്പെല്ലിംഗ് അറിയണേ. അടുത്ത, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച സമര രീതികൾ ഏതെല്ലാം? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച സമര രീതികൾ ഏതെല്ലാം? 1 സത്യാഗ്രഹം, 2 നിസ്സഹകരണം, 3 നിയമലംഘനം. Which method of struggle did Gandhiji try in South Africa? സത്യാഗ്രഹ, നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസൊബീഡിയൻസ്. ഒബീഡിയൻസ് അല്ല, സിവിൽ ഡിസൊബീഡിയൻസ് ആണ്, നിയമലംഘനമാണ്. ആ 3 എണ്ണത്തിന് ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതുമാണ്. അതിനാണ് ഞാനത് എഴുതിയത് തന്നെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച സമര രീതികൾക്ക് ആ 3 വാക്കിന് 3 മാർക്കായിരിക്കും കുഞ്ഞുങ്ങളെ. സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം. സത്യാഗ്രഹ, നോൺ കോപ്പറേഷൻസ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. അടുത്ത 23ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വന്ന വർഷം ഏതാണ്? ഗാന്ധിജി അറൈവ്ഡ് ഇൻ സൗത്ത് ആഫ്രിക്ക എവിടെ? 1893, 1893ലാണ്. പ്രാദേശിക ചരിത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? വാട്ട് യു മീൻ ബൈ ലോക്കൽ ഹിസ്റ്ററി? ഇതൊക്കെ നമ്മൾ എഴുതിയതാവും നിങ്ങളെ, ഓർമ്മയുണ്ടോ? ക്വസ്റ്റ്യൻ ആൻസറിൽ ഓരോരുത്തരും ബന്ധപ്പെടുന്ന സമൂഹത്തിൻ്റെ നേർ ചിത്രീകരണമാണ് പ്രാദേശിക ചരിത്രം അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് അല്ലേ. ഓരോരുത്തരും ബന്ധപ്പെടുന്ന സമൂഹത്തിൻ്റെ നേർ ചിത്രമാണ് എന്താ ഞങ്ങളെ പ്രാദേശിക ചരിത്രം. ലോക്കൽ ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് ഇവന്റ് ഇൻ എ സ്പെസിഫിക് ജിയോഗ്രഫി സ്മാൾ ഏരിയ. ഇനി അടുത്ത ഫ്ലോ ചാർട്ട് വരയ്ക്കാനായി ലാസ്റ്റിലത്തെ എപ്പോഴും നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാനോ കേട്ടോ, അതായത് ഒരു ബോക്സ് ഒക്കെ ഇട്ട് നിങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ ഫ്ലോ ചാർട്ട് വരയ്ക്കുമ്പോൾ നല്ല ഇതുപോലെ ബോക്സിനകത്ത് കയറ്റിയിട്ട് കണ്ടോ ആരോ മാർക്ക്. അടുത്തത് ഈ ബോക്സ് ആയിരിക്കും, അടുത്തത് ഈ ബോക്സ് കണ്ടോ. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ അറിയത്തില്ലേ നിങ്ങളെ? ഫ്ലോ ചാർട്ടാണ് ഇങ്ങനെ വേണം വരയ്ക്കാൻ കേട്ടോ, അല്ലാതെ എഴുതി വെച്ചാൽ പോരാ. അത് മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഇങ്ങനെ ആരോ മാർക്കൊക്കെ കൊടുത്ത് കേട്ടോ, പെൻസിലും സ്കെയിലും ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ അങ്ങോട്ട് വരച്ച് വെക്കാമെങ്കിലുണ്ടല്ലോ ഫ്ലോ ചാർട്ടിന് നല്ല മാർക്ക് എന്തോ അതിന് എത്ര മാർക്കാണോ കിട്ടുന്നത് ആ മാർക്ക് കിട്ടും കേട്ടോ. സ്ട്രക്ചർ ഓഫ് പഞ്ചായത്ത് രാജ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയാണ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, അതിനും താഴെ ബ്ലോക്ക് പഞ്ചായത്ത്, അതിനും താഴെ ഗ്രാമപഞ്ചായത്ത് അല്ലേ. പഞ്ചായത്ത് രാജ് എന്താ പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ് അതിൻ്റെ താഴെയാണ് ബ്ലോക്ക് പഞ്ചായത്ത്, അതിനും താഴെ ഗ്രാമപഞ്ചായത്ത്. 25 ക്വസ്റ്റ്യൻ്റെ വൺ വേർഡും അല്ലെ പോട്ടെ 2 മാർക്കിൻ്റെ ആയിട്ടും ഇത് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ഒക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം നമ്മുടെ ലിങ്കിൽ കിടപ്പുണ്ട്. ഇത് ഞാൻ 1 മാർക്കിൻ്റെ ഇപ്പോൾ നോക്കിയിരുന്ന് എഴുതിയെടുത്തതാണ്. നിങ്ങൾക്ക് 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ഒക്കെയാണെന്ന് പറയാം. രണ്ടായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ നിങ്ങളെ. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഈ വർഷത്തെ എല്ലാം നമ്മൾ സോഷ്യൽ എടുത്ത് കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ നല്ലപോലെ പഠിക്കണേ നിങ്ങളെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.